ഹായ്. ഞാൻ ഇന്നെൻ്റെ ഒരു നൈറ്റ് വ്ളോഗ് ആട്ടോ കാണിക്കാൻ പോകുന്നത്. ഒരു 8:30 ഒക്കെ ആയപ്പോൾ ഡിന്നർ കഴിച്ച് ഞാൻ നേരെ റൂമിലേക്ക് വന്നു. റൂമിൽ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹോട്ട് ബാഗ് ചാർജിന് വെച്ചു. കാരണം ഞാൻ അന്ന് പീരിയഡ്സ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല വയറുവേദന ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പഠിക്കാനിരുന്നു. ഞാൻ പഠിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ റീസെൻ്റ്ലി ലോസ് മൈ ജോബ്. ഞാനിപ്പോൾ കറൻ്റ്ലി ജോബ് ഹണ്ടിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി പഠിക്കും. ബേസിക്കലി ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബും ഗൂഗിളൊക്കെ നോക്കി ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസേഴ്സും ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കും. അതേപോലെ പുതിയ ടോപ്പിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്യും. ഞാൻ ഡെയിലി 1.5 അവറൊക്കെ പഠിക്കാം. അതേപോലെ തന്നെ അന്നന്ന് പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് ഞാൻ അന്നന്ന് തന്നെ കവർ ചെയ്യാനും ശ്രമിക്കും. പിന്നെ ടൈം ഉണ്ടെങ്കിൽ മുന്നേ പഠിച്ചതൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യും. അതിനുശേഷം ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ മിററിൽ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കും. ഇന്ന് ഓർഗനൈസ് വാർഡ്രോബാണ്. ഞാൻ നേരെ പോയിട്ട് വാർഡ്രോബ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി പോയി. ഇത് മൊത്തത്തിലൊന്നും ഇന്ന് എന്നെ കൊണ്ട് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു സെക്ഷൻ മാത്രം ഓർഗനൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ അടുക്ക് ഒരുപാട് ഡ്രസ്സുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ആദ്യം ഞാൻ പോയി കുറേ ഡ്രസ്സ് വാങ്ങും. അത്രയും എനിക്കിഷ്ടമുള്ളൊരു ഹോബിയാണ് ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എനിക്കിഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് തുണി മടക്കി വെക്കുക എന്നുള്ളത്. എനിക്ക് ഇത്രയും വെറുപ്പുള്ളൊരു പരിപാടി വേറെ ഇല്ല. പക്ഷേ ഈ വാർഡ്രോബൊക്കെ ഇത്ര മെസ്സിയായി കാണുമ്പോൾ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. ഞാനൊരു സെക്ഷൻ മൊത്തമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ വൃത്തിക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനൊന്നും അറിയില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എങ്ങനെയൊക്കെയോ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ച്. അതിനുശേഷം ഞാൻ മൈസെല്ല വാട്ടർ വെച്ചിട്ട് മുഖമൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്യാമെന്ന്. കാരണം ഞാനിന്ന് രാവിലെ ഒരു യൂട്യൂബ് വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് ഇടുന്ന സമയത്തൊക്കെ ഞാൻ മൈസെല്ല വാട്ടർ വെച്ചിട്ടാണ് മേക്കപ്പ് റിമൂവ് ചെയ്യുക. കാരണം നമ്മൾ ഫേസ് വാഷ് മാത്രം ഇട്ടിട്ട് ക്ലീൻ ചെയ്താൽ മേക്കപ്പ് പോവില്ല. അപ്പോൾ ഫസ്റ്റ് മൈസെല്ല വാട്ടർ ഇട്ട് ക്ലെൻസ് ചെയ്തിട്ടാണ് ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യുക. ഞാൻ മൈസെല്ല വാട്ടർ യൂസ് ചെയ്തതിന് ശേഷം നേരെ കുളിക്കാൻ പോയി. കുളിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ ഫേസും വാഷ് ചെയ്യും, അതേപോലെ തന്നെ ബ്രഷും ചെയ്യും. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കിൻ കെയറിന് മുന്നേ തന്നെ ബ്രഷ് ചെയ്യണം. അല്ലാണ്ട് ബ്രഷ് ചെയ്തിട്ട് സ്കിൻ കെയർ ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ കുളിച്ചൊക്കെ വന്ന് ഞാൻ സ്നെയിൽ മ്യൂസിൻ അപ്ലൈ ചെയ്യാണ്. നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റിന് ഉള്ളിൽ തന്നെ ഈ സ്നെയിൽ മ്യൂസിൻ നമ്മളെ മുഖത്ത് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് അബ്സോർബ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡയറിയിൽ എൻ്റെ ആഗ്രഹങ്ങൾ ഫുള്ള് ഞാൻ എഴുതി വെക്കും. അത് ഞാൻ ആഗ്രഹങ്ങൾ എങ്ങനെ എഴുതി വെക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസൻറ്റ് ടെൻസിൽ എഴുതി വെക്കുക. അതായത് ആ ആഗ്രഹങ്ങളെല്ലാം ലൈഫിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പോലെയാണ് ഞാൻ എഴുതി വെക്കുക. അതേപോലെ തന്നെ അന്നത്തെ ദിവസം എന്തെങ്കിലും ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കും. ബേസിക്കലി ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുക ചെയ്യുക. കാരണം യൂണിവേഴ്സ് നമുക്ക് ഇത്രയൊക്കെ തന്നല്ലോ. അപ്പോൾ ആ യൂണിവേഴ്സ് നമുക്ക് അത്രയൊക്കെ തന്നതിന് നമ്മൾ യൂണിവേഴ്സിനോട് താങ്ക്സ് പറയണമല്ലോ. ഞാൻ താങ്ക്സ് ഒക്കെ പറയും. അപ്പം ഈ ഒരു സമയം കൊണ്ട് നമ്മൾ സ്നെയിൽ മ്യൂസിനൊക്കെ സ്കിന്നിൽ നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ മോയ്സ്ചറൈസർ തേക്കും. മോയ്സ്ചറൈസർ ഞാനിവിടെ ഹൈഫണ്ണിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോയ്സ്ചറൈസറൊക്കെ തേച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, എൻ്റെ ഹസ്ബൻഡ് ഇപ്പം നാട്ടിലില്ല. അപ്പം വീട്ടിൽ നിന്ന് പോയിട്ട് എത്ര ദിവസമായി എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കും. വെറുതെ ഒരു രസം. ഇത് കാണുന്ന ആൾക്കാർ വിചാരിക്കും എന്തൊരു ക്രിഞ്ചാണ്, പക്ഷേ വെറുതെ ഒരു രസം. അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കിടക്കാൻ പോവാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കും കേട്ടോ കിടക്കുന്നതിന് മുന്നേ. അപ്പം ഞാൻ ഒന്ന് ഹോട്ട് ബാഗ് വെച്ചിട്ടാണ് കിടക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, പീരിയഡ്സ് ആയതുകൊണ്ട് തന്നെ നല്ല വയറുവേദന ഉണ്ടായിരുന്നു. അങ്ങനെ ലൈറ്റൊക്കെ ഓഫാക്കി കിടക്കും. അപ്പോൾ അതായിരുന്നു എൻ്റെ ചെറിയൊരു നൈറ്റ് വ്ളോഗ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്